രാജസ്ഥാനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആൻഡ് മാജിക്കൽ സിറ്റിയായ ജയ്സാൽമറിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ദിസ് ഇസ് ഡേ 2 ഇൻ ജയ്സാൽമർ. ഫോർട്ടിന്റെ മെയ്സ് പോലുള്ള വഴികളിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കി നടന്ന് നടന്ന് നമ്മൾ അവസാനം പത്തോങ്കി ഹവേലിയിലെത്തി. പത്തോങ്കി ഹവേലി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആൻഡ് ആർക്കിടെക്ചറലി റിച്ച് ഹവേലീസ് ഇൻ ജയ്സാൽമർ. അത് കാണുമ്പോൾ തന്നെ ആ മൗത്ത് വിൽ ബി വൈഡ് ഓപ്പൺ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഓരോ ഫ്രെയിംസും. ഫോട്ടോസും വീഡിയോസും എടുത്ത് യുവർ ഗാലറി വിൽ ബി ഫുൾ. എന്നിട്ടും നിങ്ങൾക്ക് മതിയാവില്ല. ഞങ്ങൾക്ക് ഇനി തിരിച്ച് ഹോസ്റ്റലിലേക്കാണ് പോകേണ്ടത്. അവിടെ നമ്മൾ ഒരു ആക്ടിവിറ്റി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡേ ആൻഡ് നൈറ്റ് ഡെസേർട്ട് ക്യാമ്പിംഗ് അറ്റ് സാം ഡെസേർട്ട്. ഫോർട്ടിന്റെ വേലിയിൽ ബൊലേറോ ക്യാമ്പർ ഉണ്ടാവും. അതിൽ കയറി ഡെസേർട്ടിലേക്ക് പോകണം. നമ്മുടെ കൂടെ 2 ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. ദേ വർ ഫ്രം സ്പെയിൻ. പോകുന്ന വഴിക്ക് നമ്മൾ കുൽദാര വില്ലേജിൽ നിർത്തി. ദ മോസ്റ്റ് ഹോണ്ടഡ് ആൻഡ് അബാൻഡൻഡ് വില്ലേജ് ഇൻ രാജസ്ഥാൻ. അവിടുന്ന് തന്നെ ഒരു ഗൈഡ് നമ്മുടെ കൂടെ കൂടി. 6 മണിക്ക് ശേഷം ഈ വില്ലേജിലേക്ക് ആരും വരില്ല, വന്നവരാരും തിരിച്ചു പോയിട്ടില്ല, ഒരു റൂമിന്റെ ഉള്ളിൽ പ്രേതമുണ്ട്, അവിടെ കയറരുത്, അങ്ങനെ കുറെ സ്റ്റോറീസ് പുള്ളി നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടുന്ന് വീണ്ടും വണ്ടിയിൽ കയറി നമ്മൾ സാം ഡെസേർട്ടിലെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോയി. അപ്പോഴേക്കും സൺസെറ്റ് ആയിരുന്നു. ആൻഡ് ഡെസേർട്ടിലെ സൺസെറ്റ് വാസ് മെസ്മറൈസിങ്. ആക്ച്വലി ക്യാമ്പിംഗ് സൈറ്റ് ഒന്നുമില്ല. 4 ബെഡ് ഉണ്ടാവും, പിന്നെ മഴയാണെങ്കിൽ കയറാൻ വേണ്ടി ഒരു ഹട്ട് ഉണ്ടാവും. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിക്കാത്തലോടി കിട്ടുന്ന ടെന്റും ഉണ്ട്. രാത്രി പിന്നെ നമുക്ക് ഡെസേർട്ടിൽ നിന്ന് സ്റ്റാർ ഗേസിംഗ് ചെയ്യാൻ പറ്റും. അധികം ക്ലൗഡി അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻസും കാണാം. അടുത്ത ദിവസം രാവിലെ എണീറ്റ് പ്രഭാത കർമ്മങ്ങളൊക്കെ ഡെസേർട്ടിലെ മണ്ണിൽ തന്നെ നടത്തിയിട്ട് നമ്മൾ സൺറൈസ് കണ്ടു. പിന്നീടുള്ള ആക്ടിവിറ്റി ആ ക്യാമ്പ വണ്ടിയിലുള്ള ഡൂൺ ബാഷിംഗ് ആണ്. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണത്. ദിസ് ഷുഡ് ബി ഇൻ യുവർ ബക്കറ്റ് ലിസ്റ്റ്. അപ്പൊ ജയ്സാൽമർ ഡേ 3 ആയിട്ട് കാണാം. ബൈ.